നിതീഷ് കുമാർ 10ാം തവണയും മുഖ്യമന്ത്രിയായി ഇന്ന് അധികാരമേറ്റു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും അടക്കമുള്ള പ്രമുഖർ ഗാന്ധി മൈതാനിൽ വെച്ച് നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. മുന്നണിയിലെ എല്ലാ കക്ഷികൾക്കും തുല്യ സാന്നിധ്യം ഉറപ്പാക്കിക്കൊണ്ടാണ് ബീഹാറിൽ പുതിയ സർക്കാർ രൂപീകരിക്കുന്നത്. नितीश कुमार सत्यनिष्ठा से प्रतिज्ञान करता हूं. ബി.ജെ.പിയിൽ നിന്ന് 14 എം.എൽ.എമാർ, ജെ.ഡി.യുവിൽ നിന്ന് 8 പേർ, എൽ.ജെ.പിയിൽ നിന്ന് 2 പേർ, അതുപോലെ എച്ച്.എം, ആർ.എൽ.എം പാർട്ടികളിൽ നിന്നും ഓരോരുത്തർ, അങ്ങനെ 26 പേരാണ് മുഖ്യമന്ത്രി നിതീഷ് കുമാറിന് പുറമെ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേക്കുന്നത്. ഇപ്പോൾ ബി.ജെ.പിയിൽ 14 പേരിൽ 2 പേർ, വിജയ് സിൻഹയും അതുപോലെ സാമ്രാജ് ചൗധരിയും മുൻപത്തെ മന്ത്രിസഭയിൽ ഉപമുഖ്യമന്ത്രിമാരായിരുന്നു. അവർ ഇത്തവണയും ക്യാബിനറ്റ് മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. അതിന് പുറമെ മംഗൾ പാണ്ഡെ, നിതിൻ നബിൻ, ഇവർ 2 പേരും കഴിഞ്ഞ നിതീഷ് കുമാർ മന്ത്രിസഭയിലും ആരോഗ്യമന്ത്രിയായിട്ടും ഗതാഗത മന്ത്രിയായിട്ടും പ്രവർത്തിച്ചിരുന്നു. അവർ ഇത്തവണയുമുണ്ട്. അതിന് പുറമെ ബാക്കിയുള്ള 10 പേരും പുതുമുഖങ്ങളാണ്. 2 പേർ അതിൽ വനിതകളാണ്. ജെ.ഡി.യുവിലെ 8-ൽ 3 പേരും മുൻപ് മന്ത്രിമാരായി ജലവിഭവ മന്ത്രിയായിട്ടടക്കം പ്രവർത്തിച്ചിട്ടുള്ളവരാണ്. ബാക്കിയുള്ള 5 പേർ പുതുമുഖങ്ങൾ. അതുപോലെ തന്നെ എച്ച്.എമ്മിൽ നിന്ന്, ഹിന്ദുസ്ഥാനി ആവാം മോർച്ചയിൽ നിന്നും മന്ത്രിയായി അധികാരമേൽക്കുന്നത് കേന്ദ്രമന്ത്രി ജിതിൻ റാം മാഞ്ചിയുടെ മകനാണ്. മറ്റ് 2 പാർട്ടികൾ കൂടി സാന്നിധ്യം ഈ മന്ത്രിസഭയിൽ ഇത്തവണ തന്നെ ഉണ്ടാകുന്നുണ്ട്. ആയിരങ്ങളുടെ സാന്നിധ്യത്തിലാണ് ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നത്. ഒപ്പം തന്നെ ഗവർണറായിട്ടുള്ള ആരിഫ് മുഹമ്മദ് ഖാനാണ് സത്യവാചകമെല്ലാം ചൊല്ലി നൽകുകയും ചെയ്തത്. ഈ സ്പീക്കർ പദവിയെ സംബന്ധിച്ച് ബി.ജെ.പിയും ജെ.ഡി.യും തമ്മിൽ ചില തർക്കങ്ങൾ നിലനിന്നിരുന്നു. അത് പക്ഷേ ഏകദേശം സമവായമായി എന്നുള്ള കാര്യം തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസം അമിത്ഷാ നേരിട്ട് ബീഹാറിൽ പട്നയിലെത്തി അവിടെ ജെ.ഡി.യു നേതാക്കളുമായി, നിതീഷ് കുമാർ അടക്കമായിട്ടുള്ളവരുമായി ചർച്ച നടത്തിയിരുന്നു. അതിൻ്റെ ഭാഗമായി ബി.ജെ.പിയിൽ നിന്ന് തന്നെയുള്ള ഒരാൾ മുൻ മന്ത്രിയായിരിക്കും, അദ്ദേഹമായിരിക്കും സ്പീക്കറായി വരിക എന്നുള്ള കാര്യം കൂടി അറിയാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും അടുത്ത ദിവസങ്ങളിൽ ഈ മന്ത്രിമാർക്കുള്ള വകുപ്പുകളെ സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരുമെന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ ബീഹാറിൽ നിന്നും അറിയാൻ സാധിക്കുന്ന കാര്യങ്ങൾ. ഡൽഹിയിൽ നിന്നും അർജുൻ പീതാംബരൻ, മാതൃഭൂമി ന്യൂസ്.